മലപ്പുറം തിരൂരിലെ ഡെപ്യൂട്ടി തഹസിൽദാർ നാടുവിട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹത. പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തഹസിൽദാരിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പോലീസ്. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുൻപ് നാടുവിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ ഇന്നലെ അർദ്ധരാത്രിയിലാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. മാനസിക സമ്മർദ്ദത്തിൽ നാടുവിട്ടു എന്നായിരുന്നു തിരൂരിലെ ഡെപ്യൂട്ടി തഹസിൽദാർ പി ചാലിബ് വീട്ടുകാരോട് പറഞ്ഞത്. 2 ദിവസം മുൻപാണ് സംഭവം. പിന്നീട് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയത്. ഇതിനിടെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാരെ ചിലർ ഭീഷണിപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി 10 ലക്ഷം രൂപ കൈക്കലാക്കിയെന്ന് പോലീസ് പറയുന്നു. പോക്സോ കേസിൽ ഉൾപ്പെടുത്തി കുടുംബം നശിപ്പിക്കുമെന്നായിരുന്നു ഭീഷണിപ്പെടുത്തൽ. അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഈ തഹസിൽദാരെ കാണാനില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ ഓടി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരികയും ചോദിച്ച സമയത്ത് ആളുടെ കയ്യിൽ നിന്ന് 3 തവണയായിട്ട് പണം തട്ടിയെടുത്തു, കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്നുള്ള രീതിയിലുള്ള വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ FIR ഇട്ട് അന്വേഷണം നടത്തി എൻ്റെ 2 പേരെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തു. ഇവർ പറഞ്ഞിട്ടുള്ളത് പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തി പല രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പൈസ 3 തവണയായിട്ട് അദ്ദേഹമായിട്ട് നമ്മുടെ അറിവിൽ അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് കാണുന്നതാണെന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം. അതിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. രണ്ടത്താണി സ്വദേശികളായ ഷഫീഖ്, ഫൈസൽ, വെട്ടിച്ചിറ സ്വദേശി അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഭീഷണിപ്പെടുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജനം, മലപ്പുറം.